തിരുവനന്തപുരം മാറനല്ലൂരിൽ വീണ്ടും മോഷണം. ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു. ലക്ഷങ്ങളുടെ നഷ്ടമെന്നാണ് നിഗമനം. മാറാനല്ലൂരിൽ മോഷണം പതിവാകുകയാണ്. മാറാനല്ലൂർ ഊരുട്ടമ്പലം ഗോവിന്ദമംഗലം പെരുമന കട്ടറക്കുഴിയിൽ പ്രതാപചന്ദ്രന്റെ വീടിന്റെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷണം. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്കും രാത്രി 9 മണിക്കുമിടയിലാണ് മോഷണം നടന്നത്. 5 പവനിലധികം സ്വർണവും 1 ലക്ഷത്തിലധികം രൂപയും കള്ളൻ കൊണ്ടുപോയതായി വീട്ടുടമ പറഞ്ഞു. വീട്ടുകാർ ഈ സമയം കുട്ടികളുടെ സ്കൂളിലായിരുന്നു. വീടിന്റെ പിന്നിലെ വാതിലാണ് ആയുധം ഉപയോഗിച്ച് കുത്തി തുറന്നിരിക്കുന്നത്. വീടിനകത്തു കയറി കിടപ്പുമുറിയിലെ അലമാരയിൽ ഡ്രോയറിനകത്ത് വെച്ചിരുന്ന 1 ലക്ഷം രൂപയും 1 വളയും മാലയും മോതിരങ്ങളും അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന 6000 രൂപയും ഉൾപ്പെടെ 5,25,000 രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും 1,06,000 രൂപയും മോഷ്ടിക്കപ്പെട്ടു എന്നാണ് പ്രാഥമിക വിവരം. രാവിലെ പിള്ളേർക്ക് ആനുവൽ സെലിബ്രേഷൻ ആയതുകൊണ്ട് സ്കൂളിൽ 3 മണിയൊക്കെ ആയപ്പോൾ പോയിട്ട് രാത്രി ഒരു 8:45-9 മണിയായപ്പോഴാണ് വന്നത്. ഞാൻ കറണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നപ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഫീസ് ഊരി വെച്ചിരിക്കുകയായിരുന്നു. അത് കണക്ട് ചെയ്ത് വെച്ചിട്ട് കറണ്ട് വന്നതിന് ശേഷം വടക്കേ വശത്ത് പിടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അവിടെ കതക് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി ഇതിനകത്തുണ്ടായിരുന്ന സ്വർണവും പൈസയും എല്ലാം അവരെടുത്തുകൊണ്ട് പോയിരിക്കുകയായിരുന്നു. മാറാനല്ലൂർ പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാറാനല്ലൂർ കാട്ടാക്കട ഭാഗങ്ങളിൽ നിരവധി മോഷണങ്ങളാണ് അടുത്തിടെയായി നടക്കുന്നത്. മാറാനല്ലൂരിൽ മോഷണ പരമ്പരകൾ ഉണ്ടായിട്ടും നാളിതുവരെയും കള്ളനെ പിടിക്കാൻ പോലീസിനായിട്ടില്ല. ഇതിന്റെ ആശങ്കയിലും പേടിയിലുമാണ് പ്രദേശത്തെ ജനങ്ങൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.